ഇന്ന് ഗുരുവായൂർ ഏകാദശി വ്രതശുദ്ധിയുടെ നിറവിൽ ദർശന പുണ്യം തേടി ഗുരുവായൂരിലേക്ക് എത്തിയത് ആയിരക്കണക്കിന് ഭക്തരാണ്. ഏകാദശികളിൽ ഏറെ പ്രധാനമാണ് വൃശ്ചികത്തിലെ ഗുരുവായൂർ ഏകാദശി. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. പീലിത്തിരുമുടിയും പൊന്നോടക്കുഴലും ഊതി പട്ടുകുണകമുടുത്തു നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ദർശിക്കാൻ പതിനായിരങ്ങളാണ് വ്രതശുദ്ധിയോടെ ഗുരുവായൂർ അമ്പലനടയിലെത്തിയത്. ഏകാദശി നാളിലെ നിർമ്മാല്യ ദർശനം അതിവിശേഷമാണ്. രാവിലെ 7 മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീതാപാരായണം തുടങ്ങി. ഭഗവാൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളി. കാഴ്ചശിവേലിക്ക് ശേഷം പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കിഴക്കേ നടയിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പുണ്ടാകും. രഥത്തിന് മുന്നിൽ ശ്രീകൃഷ്ണന്റെയും പുറകിൽ അർജുനന്റെയും രൂപങ്ങളുണ്ടാകും. രഥം ക്ഷേത്രക്കുളമടക്കം വലം വെച്ചാണ് എഴുന്നള്ളിപ്പ് അവസാനിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിലാണ് ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനവും. അതിനാൽ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായും കണക്കാക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു ദേവീദേവന്മാരോടൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്ന ദിനമാണിതെന്നും കരുതപ്പെടുന്നു. ഈ ദിവസം ക്ഷേത്രത്തിലെത്താൻ കഴിയുന്നത് സുകൃതമായാണ് വിശ്വാസികൾ കാണുന്നത്. ഏകാദശി ദിനത്തിൽ തുറന്ന നട ദ്വാദശി ദിനമായ നാളെ രാവിലെ പൂജയ്ക്ക് ശേഷം അടയ്ക്കും. അമൃത ന്യൂസ്, തൃശൂർ.